നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 4th യൂണിറ്റിന്റെ പേര് നേച്ചർ ഓഫ് ഹാരപ്പൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി. അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റില് ഹാരപ്പൻ സിവിലൈസേഷന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ ആരംഭം, അതിന്റെ വിസ്തൃതി, അതിന്റെ പതനം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹാരപ്പൻ സൊസൈറ്റിയുടെ നേച്ചർ, അതിന്റെ കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു മെച്ചുവേർഡ് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹാരപ്പയുടെ സബ്സിസ്റ്റൻസ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അതായത് ഉപജീവന മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഹാരപ്പയുടെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് 1920കളിലെ പുരാവസ്തു വകുപ്പ് സിന്ധു നദീതടത്തിൽ നടത്തിയ ഉത്ഖനനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആദ്യ തെളിവ് ലഭിക്കുന്നത്. അതായത് ഹാരപ്പയിൽ നിന്ന് ആണ് തെളിവുകൾ ലഭിക്കുന്നത്. ദയാറാം സാഹിനി എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് ഹാരപ്പ കണ്ടെത്തുന്നത്. പിന്നീട് മൊഹൻജൊദാരോ, മറ്റു കേന്ദ്രങ്ങൾ ഒക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങളുടെ ഉപജീവന രീതികള് ഭൗമശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും മറ്റു പ്രത്യേകതകൾക്കൊക്കെ അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. കൃഷിയും മൃഗപരിപാലനവും വേട്ടയാടലും ഒക്കെ അന്നത്തെ ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു. പ്രധാന വിളകള് ഗോതമ്പ്, ബാർലി, തിനവിളകള് ഇതെല്ലാം അന്ന് ലഭിച്ചിട്ടുണ്ട്. നെൽകൃഷിയുടെ തെളിവുകളും റംഗ്പൂരിൽ നിന്നും ലോത്തലിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്ത ഒരു വിഭാഗമാണ് ഹാരപ്പൻ ജനത എന്ന് പറയുന്നത്. അവര് പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങള് തീർച്ചയായിട്ടും അപ്പോ ധരിച്ചിട്ടുണ്ടാകണം. ഇനി കാള, എരുമ, ഒട്ടകം, പിന്നെ ആട്, പന്നി, ആന തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ അവർ വളർത്തി, നായകളെ ഇണക്കി വളർത്തി. എന്നാൽ കുതിര അവർക്ക് അപരിചിതമായിട്ടുള്ള ഒരു ആനിമൽ ആയിരുന്നു. ഇനി പരുത്തി തുണിയും കമ്പിളി വസ്ത്രങ്ങളും ഒക്കെ അവര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ ടെക്നോളജി, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഹാരപ്പൻ നിവാസികൾക്ക് കലയോട് നല്ല ആഭിമുഖ്യമുള്ള ഒരു വിഭാഗമായിരുന്നു അവര്. കളിമണ്ണിൽ തീർത്തിട്ടുള്ള പലതരത്തിലുള്ള ശില്പങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ടോയ്സ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ, മൃഗങ്ങളുടെയും വണ്ടികളുടെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചേഴ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വെങ്കലത്തിൽ തീർത്ത പല പ്രതിമകൾ, നമുക്ക് ഒരു ഡാൻസിങ് ഗേളിന്റെ, മോഹൻജൊദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡാൻസിങ് ഗേളിന്റെ പ്രതിമ, അതുപോലെ തന്നെ ഒരു പുരോഹിതന്റെ വെങ്കല പ്രതിമ, ഇതൊക്കെ നമുക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യൻ സീലുകൾ, പലതരത്തിലുള്ള സീലുകൾ ഉണ്ടാക്കി. ഇതിന് നമുക്ക് കച്ചവടം ആയിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാലും ഈ സീലുകളില് നമ്മള് അന്നത്തെ പലതരത്തിലുള്ള മുദ്രകള് പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ഏകദാനത പല സീലുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന് നല്ല ഒരു ആർട്ട് വർക്ക് കൂടിയായിരുന്നു അക്കാലത്തെ സീലുകൾ. അപ്പൊ അത് മനുഷ്യന്റെ ഒരു കലാപരമായിട്ടുള്ള ഒരു സൃഷ്ടി കൂടിയായിട്ട് നമുക്ക് ഈ സീലുകളെ പരിഗണിക്കാനായിട്ട് സാധിക്കും. അന്നത്തെ സിന്ധു നിവാസികളുടെ ലിപി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അത് ഇടത്തുനിന്ന് വലത്തോട്ട് തുടങ്ങി പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് തന്നെ വരുന്ന ഒരു മുറിയാത്ത രീതിയിലുള്ള ഒരു എഴുത്തുവിദ്യയായിരുന്നു. അതൊരു തരം പിക്ടോഗ്രഫി, ചിത്രലിപി ആയിരുന്നു. കൃത്യമായിട്ട് ഡെസിഫർ ചെയ്യാൻ ഇന്നും സാധിക്കാത്ത ഒന്നാണ് ഈ ഹാരപ്പൻ ലിപി. അന്നത്തെ സമകാലികമായിട്ടുള്ള മറ്റു ലിപികളുടെ ഹൈറോഗ്ലിഫിക്സും ക്യൂണിഫോം ഒക്കെ ഉണ്ട്. ഈജിപ്തിലെയും അതുപോലെ മെസോപ്പൊട്ടോമിയൻ ലിപികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡെസിഫർ ചെയ്തിട്ടുണ്ട്. ഷംബോലിയനും ഒക്കെ അത് ഡെസിഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം, അതായത് ഈ ഹാരപ്പൻ ലിപി നമുക്ക് ഇന്നോളം ഡെസിഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശരി, അപ്പോ ഇനി നമ്മള് ഈ കാലഘട്ടത്തില് അളവ് തൂക്ക ഉപാധികള് വളരെ കൃത്യമായിട്ടുള്ള അളവ് തൂക്ക വ്യവസ്ഥിതി അവര് പാലിച്ചിരുന്നു. 16ഉം പിന്നെ അതുപോലെ 16ന്റെ ഗുണിതങ്ങളെയും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള അളവ് തൂക്ക രീതികളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇനി പലതരത്തിലുള്ള ആയുധങ്ങള്, അതുപോലെ ഇരുമ്പ് കൊണ്ടും അതുപോലെ തന്നെ ചെമ്പ് കൊണ്ടും ഒക്കെയുള്ള ആയുധങ്ങൾ. ഇരുമ്പ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ്, ഇരുമ്പ് അവർക്ക് അത്ര ഫെമിലിയർ ആയിരുന്നില്ല.
ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും ഒക്കെയുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ശില കൊണ്ടുള്ളതും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മഴു, കുന്തം, കഠാര, അമ്പ്, വില്ല്, കവണ, വാള് ഇതൊക്കെ അവര് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളായിരുന്നു. എങ്കിലും അവരത്ര യുദ്ധപ്രിയരായിട്ടുള്ള വിഭാഗമൊന്നും ആയിരുന്നില്ല. അവർക്ക് ഈ ആയുധങ്ങൾ ലഭിച്ചതിനേക്കാൾ അധികം അവിടെ നിന്ന് ലഭിക്കുന്നത് അവരുടെ ശില്പങ്ങളും അതുപോലെ അലങ്കാര വസ്തുക്കള്, പാത്രങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു നഗരാസൂത്രണം ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കേന്ദ്രീകൃത ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. കൃത്യമായിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഗ്രിഡ് രീതിയിലുള്ള റോഡുകൾ, നല്ല വിശാലമായിട്ടുള്ള വീതിയേറിയ റോഡുകൾ, ഈ റോഡുകൾക്ക് ഇരുവശത്തുമായിട്ട് വീടുകള്, അത് ഓരോ വീടുകൾക്കും ഡ്രൈനേജ് സിസ്റ്റം, ഇത് റോഡിന് അഡ്ജസന്റ് ആയിട്ട് പാരലൽ ആയിട്ട് പോകുന്ന അടഞ്ഞ ഒരു അഴുക്കുചാലിലേക്ക്, അതായത് അവരുടെ വൃത്തിയുടെയൊക്കെ ഒരു അടയാളമാണ് ഈ അടഞ്ഞ അഴുക്കുചാല്. ഈ അഴുക്കുചാലിലേക്ക് വീഴുന്നു, അത് നഗരത്തിന്റെ വെളിയിലേക്ക് ഒഴുക്കി കളയുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഓരോ വീടിനും സ്വന്തമായിട്ട് ബാത്റൂമുകളും കിണറുകളും ഒക്കെ ഉണ്ടായിരുന്നു. വൃത്തിക്കൊക്കെ അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജനതയായിരുന്നു അവര്. ഇനി ടൗണിനെ രണ്ടായിട്ട് ലോവർ ടൗൺ എന്നും സിറ്റാഡൽ എന്നും അപ്പർ ടൗൺ എന്നും ഒക്കെ തിരിച്ചിരുന്നു. ഈ ലോവർ ടൗൺ എന്ന് പറയുന്നത് അവിടെയാണ് സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്നത്. അപ്പർ ടൗണില് സിറ്റാഡൽ, ഒരു കോട്ട കെട്ടിയിട്ട് സംരക്ഷിച്ച രീതിയിലായിരുന്നു അപ്പർ ടൗൺ ഉണ്ടായിരുന്നത്. അതിനർത്ഥം അവിടെ താമസിച്ചിരുന്നത് നോബിൾ ക്ലാസ്, അതുപോലെ ഭരണവർഗങ്ങളൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അവിടെ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നതിലേക്കാണ്. ഇനി ഈ അപ്പർ ടൗണില് അല്ലെങ്കിൽ സിറ്റാഡലിനകത്ത് അവിടെ പ്രധാനമായിട്ടും മോഹൻജൊദാരോ ആണ് ഈ ഒരു കേന്ദ്രം. അപ്പൊ മോഹൻജൊദാരോയിൽ നിന്ന് നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ നിർമ്മിതികളായിട്ടുള്ള ഗ്രാനറി, അതുപോലെ ഗ്രേറ്റ് ബാത്ത്, ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്, ഈ ഫീച്ചേഴ്സ് എല്ലാം ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ അപ്പർ ടൗണിലെ സിറ്റാഡലിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ അതിനർത്ഥം അവിടെ ഒരു നല്ല നികുതി വ്യവസ്ഥ നിലനിന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്രാനറി, ധാന്യപുര അവർ ഉണ്ടാക്കി വെച്ചത്. കാരണം നികുതിയായിട്ട് ലഭിക്കുന്ന ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ നല്ല റിലീജിയസ് ഫെയ്ത്ത്, പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുളികൾക്കാണ് അവര് ഈ ഗ്രേറ്റ് ബാത്ത് ഉപയോഗിച്ചിരുന്നത്. നോബിൾസും അതുപോലെ ഭരണവർഗം മാത്രമാണ് ഗ്രേറ്റ് ബാത്ത് ഒക്കെ ഉപയോഗിച്ചിരുന്നതെന്നാണ് വിചാരിക്കപ്പെടുന്നത്. നമ്മുടെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അപ്പോ ഇങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു നഗര പ്ലാനിങ് അന്ന് ഉണ്ടായിരുന്നു. ഇതൊരു നല്ല അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി റിലീജിയൻ ആണ്, മതം. ഹാരപ്പൻ നിവാസികൾക്കിടയിൽ വളരെ പ്രാകൃതമായ ഒരു മതവിശ്വാസം ഉണ്ടായിരുന്നു. അത് ഹിന്ദുമതമല്ല, പക്ഷേ ഹിന്ദുമതത്തിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രോട്ടോ റിലീജിയസ് ഫെയ്ത്ത് അന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവർ പ്രകൃതിയെയും പ്രകൃതിയിലെ ശക്തികളെയും ഒക്കെ ആരാധിച്ചിരുന്നു. അവര് ശിവന്റെ ആദിമ രൂപം, ഒരു പ്രോട്ടോ ശിവ, പശുപതി രൂപത്തിൽ അവര് ശിവനെ ആരാധിച്ചിരുന്നു. അതുപോലെ കാളയെ ആരാധിച്ചിരുന്നു. ഈ കാളയെ ആരാധിച്ചത് ഒരു വിഷ്ണു വൈഷ്ണവ ആചാരമായിട്ട് അല്ലെങ്കിൽ ആരാധനയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റു പല ജീവികള്, ഹംബിഡ് ബുള്ളോക്ക്, അതുപോലെയുള്ള പല ഒറ്റ കൊമ്പുള്ള ഒരു യൂണിക്കോൺ, ഒരു ആനിമല് അന്നത്തെ അവരുടെ ഒരു വിശുദ്ധ മൃഗമായിട്ട് കണക്കാക്കിയിരുന്നു. പലതരത്തിലുള്ള പക്ഷികള്, മാടപ്രാവുകള്, ഇതിനെയൊക്കെ അവര് ആരാധിച്ചിരുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തി സ്ത്രീ ദേവതകളായിരുന്നു. അതായത് ഭൂമി ദേവിയുടെ ഒരു മാതൃദേവത ആരാധനാ രീതി അന്ന് ഉണ്ടായിരുന്നു. ഫാലസ് വേർഷിപ്പ് ഉണ്ടായിരുന്നു, ലിംഗാരാധന ഉണ്ടായിരുന്നു. ലിംഗത്തെയും യോനിയെയും അവര് ആരാധിച്ചിരുന്നു. ഒരു ഗർഭപാത്രത്തിന്റെ പലതരത്തിലുള്ള കളിമൺ ഫിഗേഴ്സ് അവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ത്രീ യോനിയിൽ നിന്ന് ഒരു വൃക്ഷം ഉത്ഭവിക്കുന്ന രീതിയിലുള്ള പ്രതിമകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ മാതൃദേവത ആരാധനാ രീതി നിലവിലുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട അവരുടെ ആരാധനാ വൃക്ഷങ്ങള്, ആൽമരം, വേപ്പ്, ഇതിനെയൊക്കെ അവര് ആരാധിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗ്യ ചിഹ്നമായിരുന്നു സ്വസ്തിക. സ്വസ്തിക എന്ന് പറയുമ്പോൾ നമ്മളറിയാം, ഈ നാസി
നാസികളുടെ ഒരു ചിഹ്നമായിട്ടുള്ള സ്വസ്തിക ഉണ്ടല്ലോ, ഈ സ്വസ്തിക അവരുടെ ആരാധന അല്ലെങ്കിൽ ഭാഗ്യ ചിഹ്നമാണ്. ഇത് പല സീലുകളിൽ നിന്നും നമുക്ക് സ്വസ്തിക ചിഹ്നങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അന്നത്തെ ട്രേഡിനെ കുറിച്ചാണ് നോക്കുന്നത്. ഹൈന്ദവ നിവാസികൾ ആഭ്യന്തരമായിട്ടും വൈദേശികവും ഒക്കെ ആയിട്ടുള്ള കച്ചവടങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീലുകൾ. അവര് സീല് നിലനിന്നിരുന്നു എന്നതിന് അർത്ഥം വിവിധ ട്രേഡ് ഗിൽഡുകൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ആ ട്രേഡ് ഗിൽഡുകളുടെ ചിഹ്നമായിരിക്കണം ഈ സീലുകൾ. ആ സീലുകൾ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഹാരപ്പയുടെ സീലുകള് അന്നത്തെ സമകാലികമായിട്ടുള്ള ഈജിപ്തിൽ നിന്നും മെസോപ്പൊട്ടേമിയയിൽ നിന്നും ഒമാൻ തീരത്തു നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന സീലുകൾ ഇവിടെ ഹാരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിദേശ വ്യാപാരം ശക്തമായിരുന്നു എന്നത് തന്നെയാണ്. പിന്നെ പല പ്രോഡക്റ്റും ഒലീവ് എണ്ണ സൂക്ഷിക്കുന്ന അംഫോറ ഒക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒലീവ് എണ്ണയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മെസോപ്പൊട്ടോമിയയായിട്ടും ഈജിപ്തും ഒക്കെ ആയിട്ട് നമുക്ക് കച്ചവടം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇനി മെസോപ്പൊട്ടോമിയയിൽ നിന്നുള്ള ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് മെലൂഹ എന്നൊരു പരാമർശം കാണുന്നുണ്ട്. ഈ മെലൂഹ എന്നത് ഹാരപ്പയെ സൂചിപ്പിക്കാനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവിടുത്തെ കച്ചവടത്തിന്റെ ഒരു തെളിവാണ്. ഇനി ചെമ്പ്, ധാരാളമായിട്ട് ചെമ്പ് നമ്മുടെ ഖേത്രി ചെമ്പ് രാജസ്ഥാനിലെ ഖേത്രി ചെമ്പ് ഖനയിൽ നിന്നാണ് ഇവര് ചെമ്പ് ഖനനം ചെയ്തെടുത്തിരുന്നത്. ഈ ചെമ്പ് അവര് വിദേശ മെസോപ്പൊട്ടോമിയയിലേക്കൊക്കെ കയറ്റി അയച്ചതായിട്ട് കരുതപ്പെടുന്നു. ഇനി ഹാരപ്പൻ സൊസൈറ്റി, അവരുടെ സാമൂഹിക ക്രമം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു, അതായത് ഒരു പിതൃദായ ക്രമം ഫോളോ ചെയ്തിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അവര്. അപ്പൊ കുടുംബങ്ങളിലെ ഉത്തരവാദിത്തങ്ങളെ വളരെ കൃത്യമായിട്ട് അവര് വിഭജിച്ചിരുന്നു. ഇനി പുരുഷന്മാർക്കായിരുന്നു മേധാവിത്വം എങ്കിലും സ്ത്രീകൾക്ക് മോശം അവസ്ഥയൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അവരുടെ ആരാധനകളിലൊക്കെ സ്ത്രീകള് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് തന്നെ വേണം പങ്കെടുക്കാൻ. അതുകൊണ്ട് തന്നെ ദമ്പതി എന്ന ഒരു ടേം ഒക്കെ ഇവരുടെ ആചാരങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പിൽക്കാലത്ത് വേദങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ദമ്പതി പദത്തിന്റെ രൂപം ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെടുക്കാം. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്ക് നമുക്ക് ഒരു തുല്യ പ്രാധാന്യം മനസ്സിലാക്കുന്ന മറ്റൊന്നാണ് അവിടുത്തെ ശവമടക്ക് രീതികളിലെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അടക്കം ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് ഒരു സംശയാസ്പദമായ ഒരു കാര്യം, സതി പോലെയുള്ള ഏതെങ്കിലും സിസ്റ്റത്തിന്റെ ആദിമ രൂപമായിരുന്നോ ഈ ഒന്നിച്ച് അടക്കം ചെയ്തതിന് പിന്നിൽ എന്ന് നമുക്ക് കൃത്യമായി തെളിവുകൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതി, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും വ്യത്യസ്തമായിരുന്നു. പുരുഷന്മാര് ധോത്തിയാണ് ധരിച്ചിരുന്നത്. സ്ത്രീകള് ദീർഘമായിട്ടുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് സ്ത്രീകള് ധരിച്ചിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആഭരണങ്ങള് ഉപയോഗിച്ചിരുന്നു. മുത്തുകളും അതുപോലെ പച്ചക്കല്ലുകളും ചുവന്ന കല്ലുകളും മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആഭരണങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. മത്സ്യമാംസാദികളെല്ലാം തന്നെ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ ശവമടക്ക് രീതിയിലും ഈ രീതിയിലുള്ള പല മാറ്റങ്ങളും പ്രത്യേകതകളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടെടുത്തിട്ടുണ്ട്. മൃതശരീരങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് അത് മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈജിപ്തിൽ നിന്നും നിലനിന്നിരുന്ന രീതിയിലുള്ള ഒരു മമ്മിഫിക്കേഷന്റെ യാതൊരു തെളിവുകളും നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പൊതുവായിട്ടുള്ള എല്ലാ സവിശേഷതകളും അതുപോലെ അവരുടെ സബ്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. താങ്ക് യു.